നഗരസഭയിലെ ഭരണ പ്രതിസന്ധിക്ക് അവസാനം ഒരു പരിഹാരമായിട്ടുണ്ട്. കോൺഗ്രസ് കൗൺസിലർമാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സ്വതന്ത്ര കൂട്ടായ്മ അംഗീകരിച്ചു. ബിജു മാത്യൂസിനെതിരെ ചെയർപേഴ്സൺ ദിയ പുളിക്കക്കണ്ടം നൽകിയ മോഷണ പരാതിയും പിൻവലിക്കും. വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസിന് നൽകാനും ധാരണയായിട്ടുണ്ട്. അജിത് ബാബു ആണ് വിവരങ്ങളുമായി കോട്ടയത്ത് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. അജിത്ത്, ഗുഡ് മോർണിംഗ്. പാലാ നഗരസഭയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എപ്പോഴും വിചിത്രവും കൗതുകവും ഒക്കെ ആവും. സംസ്ഥാനം ആ രീതിയിലാണ് അതിനെയൊക്കെ കാണുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പം ഒടുവിൽ എല്ലാം പറഞ്ഞ് സെറ്റാക്കി അല്ലേ? അതെ, അവസാനം എല്ലാം പറഞ്ഞ് സെറ്റാക്കി എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് ചർച്ചകൾ നടത്തിയത്. സ്വതന്ത്ര കൂട്ടായ്മയുമായെടുത്ത ചർച്ചയിൽ ഈ കോൺഗ്രസിന്റെ കൗൺസിലർമാർ മുന്നോട്ട് വെച്ച മുഴുവൻ കാര്യങ്ങളും അംഗീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് ധാരണയാകാൻ സാധ്യമായത്. അതിൽ പ്രധാനമായും 29-ാം തീയതി വൈസ് ചെയർപേഴ്സന്റെ കാലാവധി അവസാനിക്കുകയാണ്. അതിനുശേഷം അത് സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് തന്നെ നൽകാനാണ് നേരത്തെ ധാരണയുണ്ടായിരുന്നത്. അതിന് പകരം അത് കോൺഗ്രസിന് വേണമെന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ആവശ്യം. രണ്ട്, ഈ ഓട്ടോ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട കാര്യം, ഓട്ടോ സ്റ്റാൻഡ് മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അവിടുന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. നമുക്കറിയാം ഈ രണ്ട് കാര്യങ്ങളും സ്വതന്ത്ര കൂട്ടായ്മ അംഗീകരിച്ചു. കാരണം അവർക്ക് മുമ്പിൽ മറ്റു വഴികളില്ല എന്നുള്ളത് കൂടിയുണ്ട്. കാരണം കേരള കോൺഗ്രസ് എം ഉൾപ്പെടെ സ്വതന്ത്ര കൂട്ടായ്മയുമായി ചേർന്നൊരു ഭരണം നടത്താൻ ഏതാണെങ്കിലും ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയതോടുകൂടി ഏതാണെങ്കിലും തങ്ങൾക്ക് ഉള്ള സ്ഥാനങ്ങൾ നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിയതോടുകൂടി ആവണം ഏതായാലും ഈ കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്ന പശ്ചാത്തലമുണ്ടായി. മാത്രമല്ല ഈ മോഷണ പരാതിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം വലിയ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. അത് പിൻവലിക്കാനും ധാരണയായിട്ടുണ്ട്. അത്തരത്തിൽ ആ പരാതി പിൻവലിക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും സ്വതന്ത്ര കൂട്ടായ്മ ഇത്തരത്തിൽ അംഗീകരിച്ചതോടുകൂടിയാണ് ഈ സമവായത്തിന്റെ ധാരണ കൃത്യമായി ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയത്. കോൺഗ്രസ് നേതൃത്വത്തിൽ കൗൺസിലർമാരെ അറിയിച്ചു. കൗൺസിലർമാർ ഇന്നലെ രാത്രി യോഗം ചേർന്നു. ഒരു പ്രതിസന്ധിയിലേക്ക്, ഒരു പൊട്ടിത്തെറിയിലേക്ക് ഇനി കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളതാണ് കൗൺസിലർമാരുടെ നിലപാട്. ഇതിനൊരു പൂർണ്ണമായ അവസാനം ഇന്നുണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കൗൺസിലർമാരോട് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുമ്പോഴായിരിക്കും ഇതിനൊരു പൂർണ്ണമായ അവസാനം. കാരണം ഈ പ്രതികരണങ്ങളെല്ലാം വന്നത് മാധ്യമങ്ങൾ വഴിയാണ്. നമുക്കറിയാം സ്വതന്ത്ര കൂട്ടായ്മ തുറന്നടിച്ച് മോഷണം നടത്തി, വാച്ച് മോഷ്ടിച്ചു എന്ന് പറഞ്ഞു. അതോടൊപ്പം ബിജു മാത്യൂസ് വികസനം നടക്കുന്നില്ലെന്ന് പരസ്യമായി ഒച്ചത്തിൽ വിളിച്ചു പറയുന്ന സാഹചര്യമുണ്ടായി. പാലാ നഗരസഭയുടെ ഫ്രണ്ടിലെ ഷീറ്റ് പോലും മാറാത്ത ഒരു സമിതിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഭാഗമായി കോൺഗ്രസ് നിന്നാൽ കോൺഗ്രസിന് അപമാനം ഉണ്ടാകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇത് ഒത്തുതീർപ്പായാലും സേതുലക്ഷ്മി ഒരു കാര്യം അവശേഷിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മുമ്പ് നിൽക്കുകയാണല്ലോ. അത് LDF ഓളം തന്നെ പ്രചരണ വിഷയമാക്കിയിട്ടുണ്ട്, BJPയും പ്രചരണ വിഷയമാക്കിയിട്ടുണ്ട്. മാത്രമല്ല അത് ജനങ്ങൾ കണ്ടതാണ്. പാലാ നഗരസഭയിൽ വികസനമില്ലെന്ന് ഭരണസമിതിയുടെ ഭാഗമായി തന്നെ നിന്ന കോൺഗ്രസ് കൗൺസിലർമാർ പറഞ്ഞത് അത് പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ഒന്നല്ല. അതുകൊണ്ട് താൽക്കാലിക ധാരണയും വെടിനിർത്തലും ഒക്കെ ഉണ്ടാക്കിയാലും ഈ പ്രശ്നം അതേപടി അവിടെ തുടരുകയാണ്.